ഏവ ഹാരം വദ മന്യസേ ചേത് സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ശുഖബ്രഹ്മർഷി ശ്രീമദ്ഭാഗവത കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശ്രീകൃഷ്ണാവതാര കഥകളൊക്കെ കേട്ടു. അപ്പോഴാണ് പരീക്ഷിത്ത് ശ്രീകൃഷ്ണ കഥകളുടെ ഒരു പ്രത്യേകതയെപ്പറ്റി ഇവിടെ വെച്ച് പറഞ്ഞത്. ധാരാളം പേര് അവിടെ കേട്ടിരിക്കുന്നുണ്ട്. ശ്രീ നാരദ മഹർഷിയുണ്ട്, വേദവ്യാസ മഹർഷിയുണ്ട്, അനേകം മാമുനിമാരുണ്ട്. അതിനൊക്കെ പുറമെ സാക്ഷാൽ ശ്രീ ശുഖബ്രഹ്മർഷിയുണ്ട്. നല്ല അറിവുള്ള ആൾക്കാരുടെ മുന്നിൽ വെച്ച് വല്ലതൊക്കെ പറയുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ രാജാവിൻ്റെ മുന്നിലിരിക്കുന്ന മുഴുവൻ ആൾക്കാരും നല്ല അറിവുള്ള അനേകം മഹർഷിമാരാണ്. അവർ രാജഋഷിമാരുണ്ട്, ബ്രഹ്മഋഷിമാരുണ്ട്, ഖണ്ഡഋഷിമാരുണ്ട്, ദേവഋഷിമാരുണ്ട്, സാക്ഷാൽ ശ്രീ ശുഖബ്രഹ്മർഷിയുണ്ട്. എല്ലാവരും ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈശ്വര കാര്യങ്ങളൊക്കെ നല്ലതുപോലെ അറിയാം. അപ്പോൾ അവരുടെ മുന്നിൽ വെച്ച് കേവലം രാജാവായ രാജഋഷിയായ ഈ പരീക്ഷിത്ത് വളരെ ശ്രദ്ധയോടെയാണ് വല്ലപ്പോഴൊക്കെ സംസാരിക്കാറ്. അങ്ങനെ ശ്രീകൃഷ്ണാവതാര കഥയൊക്കെ കേട്ട സമയത്ത് ആ പരീക്ഷിത്ത് മഹാരാജാവ് അവിടെ വെച്ച് ഭഗവാന്റെ കഥകളെ പറ്റി പറയുന്ന ഒരു ശ്ലോകമുണ്ട് ഭാഗവതത്തിൽ. എന്താണ് ആ ശ്ലോകത്തിൽ ആ രാജാവ് പറയണത്? യത് ശൃണ്വതഃ അപൈതി അരതിഃ വിതൃഷ്ണ സത്വം ച ശുദ്ധ്യതി അചിരേണ പുംസഃ. ഭഗവാന്റെ കഥകൾ കേട്ടാൽ യത് ശൃണ്വതഃ അപൈതി അരതിഃ, അരതി പൂർണ്ണമായിട്ട് ഇല്ലാതെയായിത്തീരും. അതുപോലെ വിതൃഷ്ണ, അതും ഇല്ലാതെയായിത്തീരും. സത്വം ച ശുദ്ധ്യതി, മനസ്സ് നല്ലതുപോലെ ശുദ്ധമായിത്തീരും. ഇതിനൊക്കെ എത്ര സമയമെടുക്കും എന്ന് ചോദിച്ചാൽ ശ്രീ ശുഖബ്രഹ്മർഷിയോട് അവിടെ വെച്ച് പരീക്ഷിച്ച് പറഞ്ഞു അചിരേണ. ചിരേണ എന്ന് പറഞ്ഞാൽ ധാരാളം സമയമെടുത്തിട്ട് എന്നാണ് അർത്ഥം. അചിരേണ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിപരീതമാണ്. അപ്പോൾ ഭഗവാന്റെ കഥകൾ എപ്പോഴാണോ കേൾക്കുന്നത് അപ്പോൾ തന്നെ ഒട്ടും താമസിയാതെ മനസ്സ് ശുദ്ധമായി തീരുന്നു. ലോകത്തിൽ കാണുന്ന എല്ലാ വിഷയങ്ങളോടുമുള്ള താല്പര്യം ഇല്ലാതെയായി തീരുന്നു. ഇതെല്ലാം സംഭവിക്കുന്നത് വളരെ വളരെ വേഗത്തിലാണ്. ഭക്തിർഹരോ തൽപുരുഷേത സഖ്യം, അതേപോലെ ഭഗവാന്റെ പാദത്തിൽ നല്ല ഭക്തി ഉണ്ടായിത്തീരും. തൽപുരുഷേത സഖ്യം, തൽപുരുഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എപ്പോഴും ഭഗവാനെ തന്നെ വിചാരിക്കുന്ന പുരുഷന്മാരെയാണ് അഥവാ ഭക്തന്മാരെയാണ് തൽപുരുഷന്മാർ എന്ന് പറയുന്നത്. മഹാത്മാക്കൾ എന്നർത്ഥം. അപ്പോൾ മഹാത്മാക്കളോട് സഖ്യമുണ്ടായിത്തീരും. അപ്പോൾ ഭഗവാന്റെ കഥ കേട്ടാലുള്ള പ്രയോജനങ്ങളാണ് പരീക്ഷിത്ത് മഹാരാജാവ് പറഞ്ഞത്. ഒന്നാമതായി ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളോടുമുള്ള താല്പര്യം ക്രമേണ കുറഞ്ഞു വരും. രണ്ടാമതായി അത് കേൾക്കുന്നവരുടെ മനസ്സ് പരിശുദ്ധമായി തീരും. മൂന്നാമത് ഭഗവാന്റെ ശ്രീപാദത്തിൽ നല്ല പ്രേമമുണ്ടായിത്തീരും. നാലാമതായി സജ്ജന സംസർഗങ്ങൾക്ക് അത് കാരണമായി തീരും. ഇങ്ങനെ പ്രധാനമായ 4 ഗുണങ്ങളാണ് ശ്രീകൃഷ്ണകഥാ ശ്രവണത്തിനുള്ളത് എന്ന് പരീക്ഷിത്ത് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഗുരുനാഥനോട് പറയുകയാണ് തദേവ ഹാരം വദ മന്യസേ ചേത്. തദേവ, അതുകൊണ്ട് എനിക്ക് മറ്റൊന്നും കേൾക്കേണ്ട. കഴിഞ്ഞ നവമസ്കന്ധം വരെ അങ്ങ് പല പല കഥകളും പറഞ്ഞു, പല പല തത്വങ്ങളും പറഞ്ഞു, അനേകം രാജാക്കന്മാരുടെ കഥകളൊക്കെ പറഞ്ഞു. പക്ഷേ ഇനി എനിക്ക് കേൾക്കേണ്ടത് തദേവ തദേവ തദേവ. ഇനി ശ്രീമദ് ഭാഗവതത്തിൻ്റെ അവസാന ഭാഗത്ത് നോക്കിയാൽ കാണാം, അവിടെയും ഈ തദേവ എന്ന് പറയുന്നതിനെ ആവർത്തിക്കുന്നത് കാണാം. തദേവ പുണ്യം ഭഗവദ്ഗുണോദയം, തദേവ ശശ്വന്മനസോ മഹോത്സവം, തദേവ 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 എന്നിങ്ങനെ ആവർത്തിച്ച് നൈമിഷാരണ്യത്തിലിരുന്ന് സൂതൻ പിന്നീട് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പരീക്ഷത്തിൻ്റെ ഈ പദം കടമെടുത്തിട്ടാണ്. തദേവ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എനിക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളല്ലാതെ ഇനി മറ്റൊന്നും എനിക്ക് കേൾക്കേണ്ട. ഹാരം, ഹാരം എന്ന് പറഞ്ഞാൽ എന്താ? ഹരിയെ സംബന്ധിച്ചുള്ളത് അർത്ഥം. തദേവ ഹാരം, ഹരിയെ സംബന്ധിച്ച. ഹരി എന്ന് പറഞ്ഞാൽ അർത്ഥം, ഹരി എന്ന് പറഞ്ഞാൽ ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകൾ ആരാണോ കേൾക്കുന്നത് അവരുടെ മനസ്സിലുള്ള എല്ലാ പാപങ്ങളെയും ഭഗവാൻ തീർക്കുന്നത് കൊണ്ടാണ്, പാപങ്ങളെ ഹരിക്കുന്നത് കൊണ്ടാണ് ഭഗവാന് സംസ്കൃതത്തിൽ ഹരി എന്ന് പേരുണ്ടായി.
അപ്പം ഹാരം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സാധാരണ ഹാരം എന്ന് പറഞ്ഞാൽ മുത്തുമാല എന്നൊരർത്ഥമുണ്ട്. പക്ഷെ ഇവിടെ അതല്ല അർത്ഥം. തദേവ ഹാരം, ഹരിയെ സംബന്ധിച്ചുള്ള ഈ കഥകൾ മാത്രം ഇനി വധ എന്ന് പറഞ്ഞാൽ അല്ലയോ ഗുരുനാഥ എന്ന് പറഞ്ഞാലും അധാന്യതപി കൃഷ്ണസ്യ രോഗാചരിതം അത്ഭുതം മനുഷ്യം ലോകമാസാദ്യ തജ്ജാതി മരുന്ധത. ശരിക്കു പറഞ്ഞാൽ ബ്രഹ്മത്തെ പറ്റി വേദാന്തികൾ പറയും ബ്രഹ്മത്തിന് രൂപമില്ല എന്ന് പറയും. രൂപമില്ലാത്ത ബ്രഹ്മമാണ് ആര്? സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ. രൂപമില്ലാത്ത ഭഗവാനാണ് ഒരു മനുഷ്യരൂപത്തിൽ നേരെ മധുരാപുരിയിൽ വന്ന് അവതരിച്ചു. അവിടെ വന്ന് അവതരിച്ച ഭഗവാൻ അച്ഛനോട് പറഞ്ഞു, അമ്മയോട് പറഞ്ഞു, അഥവാ കംസനിൽ നിന്ന് പേടിയിട്ടെങ്കിൽ ഞാൻ വളരെ ചെറിയ ഉണ്ണിയായിട്ട് കിടക്കും. എന്നെ ഇവിടുന്ന് എടുത്ത് നേരെ അമ്പാടിയിൽ കൊണ്ടുപോയി കിടത്തണം. ആ അമ്പാടിയിൽ യശോദ പ്രസവിച്ച ഒരു പെൺകിടാവുണ്ട്. ആ പെൺകിടാവിനെ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നൊക്കെ അച്ഛനും അമ്മയ്ക്കും നിർദ്ദേശമൊക്കെ കൊടുത്തിട്ടാണ് ഭഗവാൻ പെട്ടെന്ന് രൂപം മാറി ബഭൂവ പ്രാകൃത ശിശു, ഒരു പ്രാകൃത ശിശുവായിട്ട് ഭഗവാൻ മാറിയത്. ആ ശിശുവാണ് നമ്മളുടെ കണ്ണൻ. എന്നിട്ട് വസുദേവര ഉണ്ണിയെ എടുത്ത് സാവധാനം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഭഗവാന്റെ അനിയത്തിയായ ആ ഭദ്രകാളി എല്ലാ കാര്യങ്ങളും പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ട്. ആ വാതിലുമൊക്കെ ആ ദേവിയാണ് തുറന്നു വെച്ചത്. പുറമേയുള്ള എല്ലാ കാവൽക്കാരെയും ആ ദേവിയാണ് നന്നായിട്ട് ഉറക്കിയത്. അതുകൊണ്ട് കാവൽക്കാരൊന്നും അറിഞ്ഞില്ല രാത്രി ഈ ഉണ്ണിയെ വസുദേവരെ എടുത്തു കൊണ്ടുപോകും. കാവൽക്കാരുടെ ഇടയിൽ കൂടിയാണ് അദ്ദേഹം നടന്ന് പുറത്തെത്തിയപ്പോൾ തന്നെ മഴ പെയ്യുന്നുണ്ട്. സാക്ഷാൽ ആദിശേഷമൂർത്തി തന്നെ എല്ലാ ഭടങ്ങളും വിടർത്തി വസുദേവരുടെ പിന്നാലെ വന്നതൊന്നും അദ്ദേഹം അറിഞ്ഞില്ല. അങ്ങനെ ഭഗവാനെ കയ്യിലെടുത്ത് നടന്ന് യമുനാ നദിയുടെ തീരത്തെത്തിയപ്പോൾ ആ യമുനാ നദിയിലെ മഴ കാരണം ഇഷ്ടംപോലെ വെള്ളമുണ്ട്. പക്ഷെ ഭഗവാനെ കണ്ടപ്പോഴേക്കും പെട്ടെന്ന് ആ പുഴ വഴി മാറി കൊടുത്തു. ആ പുഴയുടെ നടുക്കുകൂടെ നടന്ന് പുഴ കടന്ന് അക്കരെ എത്തി. ആ പുഴയുടെ അക്കരെയാണ് നമ്മളൊക്കെ മലയാളികൾ എപ്പോഴും അമ്പാടി എന്ന് പറയുന്ന സ്ഥലം. അമ്പാടിക്ക് സംസ്കൃതത്തിൽ ഗോകുലം അല്ലെങ്കിൽ വ്രജം എന്നൊക്കെയാണ് പറയുക. മലയാള പദമാണ് അമ്പാടി എന്ന് പറയുന്നത്. അങ്ങനെ നേരെ ഗോകുലത്തിലെത്തി. ആ ഗോകുലത്തിൽ ധാരാളം ഗോപവാടങ്ങളുണ്ട്. അവിടെ അന്ന് യശോദ പ്രസവിച്ച് കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്. എല്ലാ വാതിലുകളും തുറന്നിട്ടിരിക്കുകയാണ്. അവിടെയുള്ള ഗോകുലത്തിലുള്ള മുഴുവൻ ആൾക്കാരെയും ഈ ഭഗവതിയാണ് നന്നായിട്ട് ഉറക്കിയത്. അങ്ങനെ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന ഗോകുലത്തിലേക്കാണ് രാത്രി വസുദേവര് ആ കണ്ണനെയും എടുത്ത് അവിടെ ചെന്നു. യശോദയുടെ അടുത്ത് ചെന്നു. എന്നിട്ട് ആ യശോദയുടെ അടുത്ത് തൻ്റെ കയ്യിലുള്ള കൃഷ്ണനെ അവിടെ കടത്തി. യശോദ പ്രസവിച്ച പെൺകുട്ടിയെ എടുത്ത് തിരികെ ഇവിടെ വന്നു. എന്നിട്ട് ദേവകിയുടെ കയ്യിലേക്ക് ആ പെൺകുട്ടിയെ കൊടുത്തപ്പോഴാണ് ആ പെൺകുട്ടി പെട്ടെന്ന് കരഞ്ഞത്. ആ കുട്ടിയുടെ കരച്ചിൽ കേട്ടപ്പോഴാണ് കാവൽക്കാരൊക്കെ എഴുന്നേറ്റു കംസന് വിവരം കൊടുത്തു. കംസൻ പെട്ടെന്ന് ചാടി ഓടി വന്ന് ദേവകിയുടെ കയ്യിൽ നോക്കിയപ്പോൾ ആ പെൺകുട്ടിയെയാണ് കണ്ടത്. ദേവകി എത്രയോ പൊട്ടിക്കരഞ്ഞ് പറഞ്ഞു, ഇതിനു മുമ്പുള്ള 6 കുട്ടികളെ ഞങ്ങൾ കൊന്നു, ഈ ഒരു പെൺകുഞ്ഞിനെയും എനിക്ക് തരണമെന്നും പറഞ്ഞിട്ട് അതൊന്നും കൂട്ടാക്കാതെയാണ് ഹസ്താത് ആജിച്ചിതേ കല. ദുഷ്ടനായ കംസൻ കയ്യിൽ നിന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുപോയി പതിവ് പോലെ ആ പാറയുടെ കൊണ്ട് അടിക്കാൻ പുറപ്പെട്ടപ്പോഴാണ് ആ പെൺകുട്ടി ആകാശത്തേക്ക് പറന്നുപോയി സാക്ഷാൽ ഭഗവതിയായിട്ട് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് കംസനോട് പറഞ്ഞു, നീ ആവശ്യമില്ലാതെ എന്നെ കൊല്ലാൻ നോക്കിയിട്ട് കാര്യമില്ല. നിന്റെ അന്തരൻ ഈ ഭൂമിയിൽ എവിടെയോ എന്ന് അവതരിച്ചിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ നിനക്ക് കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞ് ആ ഭഗവതി അപ്രത്യക്ഷയായി. കംസന്റെ കയ്യിൽ നിന്ന് ചാടിപ്പോയ ആ ഭഗവതിയാണ് അല്ലയോ പരീക്ഷിത്തെ പിന്നീട് ഭൂമിയിൽ എത്രയോ ദേവീക്ഷേത്രങ്ങളിൽ ദുർഗ, ഭദ്രകാളി, നാരായണി, ഈശാനി എന്നൊക്കെ പല പേരുകളിൽ ഇന്നും നമ്മൾ ആരാധിക്കുന്ന ആ ദേവി എന്നൊക്കെ ഗുരുനാഥൻ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ കംസനിരുന്ന് ആലോചിച്ചു, ഞാൻ എന്തിനെ വെറുതെ ഈ ദേവകിയുടെ കുട്ടികളൊക്കെ കൊന്നത്? ഇവരാരും അല്ലാത്ത എൻ്റെ അന്തരൻ. അപ്പോൾ പിന്നെ ഞാൻ എന്തിനെ ഇതൊക്കെ ചെയ്തത്? നേരെ ദേവകിയെ കണ്ടു. ദേവകിയുടെ പാദത്തിൽ വീണ് നമസ്കരിച്ചു. വസുദേവരുടെ പാദത്തിൽ വീണ് നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാനൊരു ദുഷ്ടനാണ്, എന്തിനാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്? എനിക്ക് തന്നെ അറിയില്ല. അതുകൊണ്ട് മാ ശോചകം, ഇനി നിങ്ങൾ ദുഃഖിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അവരെ കാരാഗൃഹത്തിൽ നിന്ന് മോചിപ്പിച്ചു. പിന്നീട് അതിരാവിലെ 6 മണിക്ക് പ്രാതപ്രലംബ പ്രമുഖാനമാത്യാൻ സർവാൻ സമാഹൂയ സഹോദരാജ. ഈ ഭാഗവതം വായിച്ചിട്ട് എത്ര പേരാ കാവ്യങ്ങൾ എഴുതിയതല്ലേ?
പണ്ടൊരു മഹാത്മാവി ഭാഗവതം വായിച്ച് അതിമനോഹരമായിട്ടൊരു കാവ്യം എഴുതി. ആ കാവ്യത്തിലാണ് ഈ കഥ പറയുന്നത്. പ്രാതഃപ്രലംബ പ്രമുഖാനമാത്യാൻ സർവാൻ സമാഭൂയ സഭോജരായ സവിഭ്രമ പ്രേരിത ദുഷ്ടിതത്തെ സ്ഥാനേ നിഷണ്ണാനവതിൽ വിനീത. പ്രാതഃ പറഞ്ഞാൽ പ്രഭാതത്തിൽ, പ്രലംബ പ്രമുഖാനമാത്യാൻ, പ്രലംബൻ, മകൻ, ചാണൂരൻ മുതലായിരിക്കുന്ന എല്ലാ അമാത്യന്മാരെയും ഭൂതനെയൊക്കെ വിളിച്ചിട്ട് അതിരാവിലെ തന്നെ കംസൻ ഒരു യോഗം വിളിച്ച് അവരോട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പ്രലംബാദികളൊക്കെ പറഞ്ഞു, അങ്ങെന്തിനാ വെറുതെ പേടിക്കുന്നത്? ത്രിമൂർത്തികൾക്ക് പോലും അങ്ങയെ കൊല്ലാൻ പറ്റുകയില്ല. പിന്നെ ഏതോ ഒരു സ്ത്രീ ആകാശത്ത് എന്തോ പറഞ്ഞു എന്നൊന്നും കരുതി അങ്ങ് പേടിക്കേണ്ട കാര്യമില്ല. ഞങ്ങളെല്ലാവരും ഇല്ലേ അങ്ങയെ സഹായിക്കാൻ. അതുകൊണ്ട് അങ്ങയുടെ ശത്രു ലോകത്തിൽ എവിടെ വന്ന് ജനിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾ അവൻ്റെ കഥ കഴിക്കും. ഭൂതനെ എഴുന്നേറ്റ് പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ ഇവിടെ അടുത്ത കാലത്തുണ്ടായ എല്ലാ കുട്ടികളെയും ഞാൻ കൊല്ലാം. എൻ്റെ സ്ഥലങ്ങളിൽ വിഷം പുരട്ടി ഞാൻ ഓരോരോ വീട്ടിൽ ചെല്ലും. ആ കുഞ്ഞിനെ മടിയിലെടുത്ത് വെച്ച് ആ കുഞ്ഞ് പാല് കുടിക്കാൻ നോക്കുമ്പോൾ അത് മരിച്ചു വീഴും. അതുകൊണ്ട് എനിക്ക് വളരെ എളുപ്പമാണ്. ഏതായാലും അടുത്ത ദിവസമാണല്ലോ അങ്ങയുടെ അന്തകൻ ജനിച്ചത്. അതുകൊണ്ട് കുട്ടികളെയൊക്കെ കൊന്നിട്ട് ഞാൻ അങ്ങയുടെ അന്തകൻ്റെയും കഥ കഴിക്കാം എന്ന് ഭൂതന ഒരു അഭിപ്രായം പറഞ്ഞു. ഇങ്ങനെ പലരും പല അഭിപ്രായമൊക്കെ പറഞ്ഞു. കംസൻ അതിനൊക്കെ അനുകൂലിച്ചു. അങ്ങനെയാണ് കംസനും കംസൻ്റെ കൂടെയുള്ള കൂട്ടാളികളും ഭഗവാനെ അന്വേഷിക്കാൻ വേണ്ടി പുറപ്പെട്ടത്. ശരിക്കും പറഞ്ഞാൽ നന്നായിട്ടോ. വളരെ മോശമായ ഒരു രീതിയിലാണെങ്കിലും കംസനും കൂട്ടാളികളും ആരെയാണ് അന്വേഷിക്കുന്നത്? പണ്ട് ഹിരണ്യാക്ഷൻ ചോദിച്ചിരുന്നു, അരേ ക്വാസോ ക്വാസോ സകല ജഗദാത്മാ, ക്വാസോ ക്വാസോ, എവിടെ 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 എന്ന് ചോദിച്ചിട്ടാണ് ഹിരണ്യാക്ഷനെ പോലുള്ളവരൊക്കെ ആരെ അന്വേഷിക്കുന്നത്? ക്വാസോ എന്ന് പറഞ്ഞാൽ എന്താ? എവിടെ, ഈശ്വരൻ എവിടെ, ഈശ്വരൻ എവിടെ എന്ന് പറഞ്ഞ് അന്വേഷിക്കുന്നത് ഈശ്വരനെ ആയതുകൊണ്ട് അവരുടെ പ്രവൃത്തി തെറ്റാണ്, മോശമാണ് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പൊ കംസനും കംസന്റെ കൂടെയുള്ള മുഴുവൻ ആൾക്കാർക്കും ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ഭഗവാനെ കണ്ടുപിടിക്കണം. അങ്ങനെ ഭഗവാനെ കണ്ടുപിടിക്കാൻ വേണ്ടി അവരെല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഒരു തരത്തിലുള്ള സാധന ചെയ്യുകയായിരുന്നു. അങ്ങനെ കംസൻ അവിടെ നിന്ന് ഓരോരുത്തർ അങ്ങനെ പറഞ്ഞേക്കുകയാണ്. പൂതനെ എന്ത് ചെയ്തു? ശിശൂംശജാല നിഖ്രന്തി, കുട്ടികളെ കൊന്നുകൊണ്ട് സഞ്ചരിക്കുകയായിരുന്നു അത്രയും പൂതന. അതേപോലെ ഓരോരുത്തരും കംസൻ പറഞ്ഞ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെയാണ് മധുരാപുരിയിൽ നടന്ന കാര്യങ്ങൾ. മധുരാപുരിയിൽ എന്തോ നടക്കട്ടെ, നമ്മൾ അമ്പാടിയിൽ നിന്ന് പോയി നോക്കുക. അമ്പാടിയിൽ എന്താ നടക്കുന്നത്? അമ്പാടി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മനസ്സിൽ നല്ലൊരു ചിത്രം വേണ്ടേ അമ്പാടിയുടെ? ഈ ഗോകുലത്തിൽ യശോദ താമസിക്കുന്നുണ്ട്, നന്ദഗോപര് താമസിക്കുന്നുണ്ട്, അനേകം ഗോപന്മാർ താമസിക്കുന്നുണ്ട്, ഗോപികമാർ താമസിക്കുന്നുണ്ട്. അവരൊക്കെ പശുക്കളെ മേടിച്ച് ജീവിക്കുന്നവരാണ്. അതിൽ നിന്ന് കിട്ടുന്ന പാല്, വെണ്ണ, തൈര് ഇതൊക്കെ എടുത്തിട്ടൊക്കെയാണ് അവരുടെ ജീവിതം. അതിൽ ഏറ്റവും കൂടുതൽ പശുക്കൾ ആർക്കാണോ ഉള്ളത് അവരെയാണ് അവർ രാജാവായിട്ട് തീരുമാനിക്കുക. അപ്പോൾ ഈ ശ്രീകൃഷ്ണാവതാരം നടക്കുന്ന കാലത്ത് അവിടെ ഏറ്റവും കൂടുതൽ പശുക്കൾ ഉണ്ടായിരുന്നത് നന്ദൻ എന്ന് പറയുന്ന ഒരു ഗോപനാണ്. അതുകൊണ്ട് അക്കാലത്ത് അവിടുത്തെ രാജാവ് നന്ദനായിരുന്നു. ആ നന്ദനെ പറ്റിയാണ് 5-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. നന്ദസ്വാത്മജ ഉൽപ്പന്നേ ജാഗാഹ്ലാദോ മഹാമനാ. നേരത്തെ പറഞ്ഞില്ലേ, മനസ്സൊക്കെ വികസിക്കണം എന്ന് പറഞ്ഞു. ആകാശം പോലെ മനസ്സ് വികസിക്കണം എന്നാണ് ഭാഗവതം പറയുന്നത്. ഈ നന്ദഗോപരുടെ മനസ്സ് ആകാശം പോലെ വികസിച്ച ഒരു മനസ്സായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ലോകം മുഴുവനും എന്തായിട്ട് കാണാൻ കഴിഞ്ഞു? ഈ പ്രപഞ്ചത്തെ മുഴുവനും അദ്ദേഹത്തിന് കൃഷ്ണമയമായിട്ട് കാണാൻ കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിന് കുട്ടികളില്ലായിരുന്നു എന്നായിരുന്നു വിഷമം. അങ്ങനെ ചില ജ്യോത്സ്യന്മാരൊക്കെ കണ്ടു. അവരോട് ചോദിച്ചു. അവർ പറഞ്ഞു, ഭഗവതിയെ നല്ലതുപോലെ ഉപാസിച്ചോളൂ. ഭദ്രകാളിയാണല്ലോ നിങ്ങൾ ഉപാസിക്കുന്നത്, ആ ഉപാസനയ്ക്ക് ഒന്നുകൂടി ശക്തി ഉണ്ടാവണം എന്ന് ഈ ജ്യോത്സ്യന്മാരൊക്കെ പറഞ്ഞ സമയത്ത് അന്ന് തൊട്ട് നന്ദഗോപരും യശോദയും ഗോപന്മാരും ഗോപികമാരും മുഴുവനും ഈ ഭദ്രകാളിയെ നല്ലതുപോലെ ഉപാസിക്കാൻ തുടങ്ങി. എന്തിനാണ് അവർ കാളിയെ ഉപാസിച്ചത്? ഈ യശോദയ്ക്ക് അഥവാ നന്ദഗോപർക്ക് ഒരു സന്തതി ഉണ്ടായി കാണണം. അതിനുവേണ്ടി അവർ ഭദ്രകാളിക്ക് എന്തെല്ലാം തരത്തിലുള്ള പൂജകളും നിവേദ്യങ്ങളും നമസ്കാരങ്ങളും സ്തുതികളും ഒക്കെയാണ് അർപ്പിച്ചതല്ലേ. അങ്ങനെ ദേവി പ്രസാദിച്ചു. ദേവി പ്രസാദിച്ചിട്ടാണ്
നന്ദഗോപരോട് ഒരു ദിവസം യശോദ പറഞ്ഞു, അതെ അകത്തൊരാളുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നാണം കുടുങ്ങി പറഞ്ഞു. അപ്പോൾ ഗോപികമാരൊക്കെ നോക്കി. ഗോപികമാർ പറഞ്ഞു, ഉവ്വ് അകത്തൊരാളുണ്ട് എന്നാണ് തോന്നുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറപ്പായി. ഈ യശോദ അകത്തൊരാളെയും കൊണ്ട് നടക്കുകയാണ്. അവിടേക്ക് തന്നെ അമ്പാടിയിൽ ഉത്സവമായി. എത്രയോ കാലത്തെ നമ്മുടെ പ്രാർത്ഥന ഫലിച്ചിരിക്കുന്നു. ഭഗവതി നമ്മുടെ നേരെ കനിഞ്ഞിരിക്കുന്നു. ഇതാ യശോദ അമ്മയാവാൻ പോകുന്നു എന്നുള്ള വാർത്ത കേട്ടപ്പോഴേക്കും അമ്പാടിയിൽ നിത്യോത്സവം, അവിടെ ഉത്സവം ആരംഭിച്ചു കഴിഞ്ഞു. പിന്നെ അവർക്ക് വേറെ യാതൊരു ചിന്തയുമില്ല. ആ ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്ന് നൃത്തം വയ്ക്കുക, പാട്ടുപാടുക, ഭഗവാന്റെ ഭജനകൾ പാടുക, ഭഗവാന്റെ തിരുനാമം ജപിക്കുക. ഏകദേശം ഒരു 10 മാസമാണല്ലോ കാത്തിരിക്കേണ്ടത്. ആ 10 മാസവും അവര് നാമജപത്തിൽ മുഴുകിക്കൊണ്ട് ജീവിച്ചു. അങ്ങനെ ഏകദേശം യശോദ പ്രസവിക്കാനുള്ള സമയം. ആ സമയത്താണത്രേ അമ്പാടിയിലേക്ക് സാക്ഷാൽ ഭഗവതി ഒന്ന് നോക്കി, എൻ്റെ പ്രസാദം കൊണ്ട് ഇവരെല്ലാവരും ഞാൻ തന്നെ ഇവരുടെ പുത്രിയായിട്ട് അവതരിക്കാൻ തീരുമാനിച്ചു എന്നാണല്ലോ ഭഗവതിയുടെ തീരുമാനം. ആ യശോദയുടെയും നന്ദഗോപരുടെയും ഗോകുലവാസികളുടെയും ആ കാളി ഭക്തി കണ്ടിട്ട് കാളി തന്നെ തീരുമാനിച്ചു, ഞാൻ നന്ദഗോപരുടെയും യശോദയുടെയും പുത്രിയായിട്ട് അവതരിക്കും. പക്ഷേ ഞാൻ അവതരിച്ച് ഇത്തിരി കഴിഞ്ഞാൽ ഭഗവാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, വസുദേവൻ രാത്രി ഇവിടെ വരും, ഒരു കൃഷ്ണനെയും കൊണ്ടുവരും. അപ്പോൾ നീ എന്ത് ചെയ്യണം? അവിടെ നിന്ന് ആൾക്കാരോ ഒക്കെ അറിയാൻ പാടില്ല. ഈ 2 കുട്ടികളെ പരസ്പരം മാറ്റുന്നത് അറിഞ്ഞാൽ അത് ശരിയല്ലല്ലോ. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? എല്ലാവരെയും കിടത്തി ഉറക്കണം എന്നൊക്കെ ഭഗവാൻ നിർദ്ദേശിച്ചിരുന്നു. അങ്ങനെ ഭദ്രകാളി എന്ത് ചെയ്തു? യാ ദേവി സർവഭൂതേഷു നിദ്രാരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. യശോദ പ്രസവിക്കാനായി എന്ന് കണ്ടപ്പോൾ ഒരുപാട് ഗോപികമാർ നൃത്തം ചെയ്യാൻ വേണ്ടി അമ്പാടിയുടെ മുറ്റത്ത് വന്നു നിൽക്കുന്നുണ്ട്. ഈ ഭദ്രകാളി എല്ലാവരെയും ഉറക്കിയത്. അവരൊക്കെ അവിടെ നിന്നുറങ്ങി. പാട്ട് പാടാൻ വേണ്ടി ഒരുപാട് പേര് തയ്യാറായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഭദ്രകാളി അവരെല്ലാവരെയും ഉറക്കി. ഇപ്പം അമ്പാടി കാണാൻ നല്ല ഭാഗ്യമാണ്. നിന്നുറങ്ങുന്നവര്, ഇരുന്നുറങ്ങുന്നവര്, കിടന്നുറങ്ങുന്നവര്. യശോദ നന്നായിട്ട് ഉറങ്ങി. യശോദയുടെ അടുത്ത് സഹായിക്കാൻ നിൽക്കുന്ന സ്ത്രീകളെല്ലാവരും ഉറങ്ങി. ഇങ്ങനെ അമ്പാടിയെ പൂർണ്ണമായിട്ടും ഉറക്കത്തിൽ ആഴ്ത്തി ആര്? ഭഗവാന്റെ അനിയത്തിയായ ആ നന്ദശ എല്ലാവരെയും ഉറക്കിയത്രേ. അത് കഴിഞ്ഞാൽ ദേവി നോക്കി, ഇവിടെ ആരെങ്കിലും ഉറങ്ങാണ്ടിരിക്കുന്നുണ്ടോ? അങ്ങനെ നോക്കി യശോദയുടെ ആ അന്തഃപുരത്തിൻ്റെ ആ ഭാഗത്ത് വന്ന് നോക്കിയപ്പോൾ അവിടെയുണ്ട് ഒരാൾ കണ്ടും പിടിച്ചിരിക്കണം. ധാരാത് ഞാൻ എല്ലാവരും ഉറക്കിയിട്ടും ആരാ ഒരാൾ കണ്ടും പിടിച്ചിരിക്കണത്? അതുപോലെ ആരുമല്ല, ബലരാമന. എന്നിട്ട് ബലരാമൻ പറഞ്ഞു, ദേവി നീ എന്നെ ഉറക്കാൻ നോക്കണ്ട കേട്ടോ. എന്താ? ഞാൻ ഉറങ്ങില്ല, ഞാനേ നേരത്തെ വന്ന് കാത്തിരിക്കുകയാണ്. എനിക്കറിയാം എൻ്റെ അനിയൻ ഇത്തിരി നേരം കഴിഞ്ഞാൽ ഇവിടേക്ക് എത്തും. അതുകൊണ്ട് നീ എന്നെ ഉറക്കണ്ട, ഞാൻ ഉറങ്ങുകയില്ല, ഞാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ ദേവി പറഞ്ഞു, ഇതിൽ കാര്യമുണ്ട്. ഇവിടെ വന്നിട്ട് ഈ കുട്ടിയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പോവുകയാണ് കേട്ടോ. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതിന് സാക്ഷിയായിട്ട് നിൽക്കുക എന്നല്ലാതെ ഇതൊന്നും ആരോടും പറയരുതേ. ബലരാമൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമൊന്നുമില്ല. കാണുന്നതൊക്കെ ഇങ്ങനെ വിളിച്ചു പറയാം, അങ്ങനത്തെ ഒരു സ്വഭാവമൊന്നും എനിക്കില്ല. അതുകൊണ്ട് ഭഗവതി പേടിക്കേണ്ട, എനിക്കൊന്ന് കാണണം. നമ്മൾ 2 പേരാണ് ഈ കുഞ്ഞുങ്ങളെ പരസ്പരം മാറ്റുന്നതിന് സാക്ഷികളായിട്ട് ഇവിടെ നിൽക്കുന്നത്. പിന്നെ എനിക്കാണെങ്കിൽ ഞാൻ അനന്തനായതുകൊണ്ട് എനിക്ക് 1000 പടങ്ങളായതുകൊണ്ട് 2000-ഓളം കണ്ണുകളുണ്ട്. ആ കണ്ണുകളെ കൊണ്ട് എനിക്ക് ഭഗവാനെ നന്നായിട്ട് കാണണം. ഞാൻ കാത്തിരിക്കുകയാണ്. ശരി എങ്കിൽ ഉറങ്ങാതെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് ഒരാളെ മാത്രം ഭഗവതിക്ക് ഉറക്കാൻ പറ്റിയില്ല, ബലരാമനെ. ബലരാമൻ ചെറിയൊരു ഉണ്ണിയായിട്ട് അവിടെ കണ്ണും പിടിച്ച് കിടക്കുകയാണ്. അപ്പോഴാണ് ഈ വസുദേവര് നേരെ ശ്രീകൃഷ്ണ ഭഗവാനെയും എടുത്ത് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ബലരാമൻ്റെ മൂക്കിലേക്ക് നല്ലൊരു സുഗന്ധം കയറി വന്നോട്ടെ. എന്താ അത്? ഈ ഗുരുവായൂരപ്പൻ അടുത്തേക്ക് വരുമ്പോൾ ആദ്യം വിളിച്ചു പറയാം നാസികയാണ്. കാരണം ഭഗവാൻ അടുത്തേക്ക് സച്ചിദാനന്ദ സുഗന്ധം എന്നൊക്കെ മഹാത്മാക്കൾ വായനക്കാരൊക്കെ പറയാറില്ലേ. അങ്ങനെ ഒരു വാക്കൊന്നും ഭാഗവതത്തിലില്ല. പക്ഷേ ഭഗവാന്റെ തിരുമേനിയിലും എപ്പോഴും നല്ല ഒരു സുഗന്ധമുണ്ട്. ബലരാമൻ്റെ നാസികയിലേക്ക് ആ സുഗന്ധം കയറിയപ്പോൾ
ബലരാമന് തോന്നി ഓടിപ്പോയി എതിരേറ്റാലോ. അയ്യോ, ഓടാനൊന്നും ആയിട്ടില്ല, ഉണ്ടായിട്ട് ഇത്തിരി മാസമായിട്ടേ ഉള്ളൂ. ആ ബലരാമൻ അവിടെ അങ്ങനെ മറന്ന് കടന്ന് ഭഗവാനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് വസുദേവന് മെല്ലെ അകത്തേക്ക് വന്നു. അപ്പോൾ ബലരാമൻ നോക്കി, വസുദേവരുടെ കയ്യിലുണ്ട് ഒരു പൊന്നുണ്ണി. ഭഗവാന്റെ പാദം കണ്ടു. അത് കഴിഞ്ഞ് വസുദേവന് മെല്ലെ കൃഷ്ണനെ യശോദയുടെ തൽപ്പത്തിൽ അവിടെ കടത്തി. യശോദയുടെ അടുത്ത് കിടക്കുന്ന പെൺകുട്ടിയായ സാക്ഷാൽ ഭദ്രകാളിയെ എടുത്തു. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഇതിൽ വസുദേവൻ ആ കുട്ടിയെയും കൊണ്ട് പോവുകയാണ്. ബലരാമൻ്റെ അടുത്താണ് ഇപ്പോൾ ഭഗവാൻ ഇരിക്കുന്നത്. രണ്ടുപേരും പരസ്പരം നോക്കി. ആ, ഉറങ്ങിയില്ലേ? എങ്ങനെയാ ഞാൻ ഉറങ്ങുക? ഞാനേ ഈ വരവ് കാത്തിരിക്കുകയായിരുന്നു. കഴിഞ്ഞ അവതാരത്തിൽ നമ്മൾ രാമനും ലക്ഷ്മണനൊക്കെ ആയിരുന്നല്ലോ അല്ലേ? രാമാവതാരത്തെ പറ്റി എല്ലാവരും പ്രകീർത്തിക്കുന്നുണ്ട്. ഇനി കൃഷ്ണാവതാരം. ഈ കൃഷ്ണാവതാരത്തിലും ഈ രാമാവതാരത്തിലും എന്തെല്ലാം ലീലകളാണ് ഇനി ചെയ്യാനുള്ളതല്ലേ? അപ്പോൾ ബലരാമൻ പറഞ്ഞു, ഇവിടെ ഭഗവതി വന്ന് എല്ലാവരെയും കിടത്തി ഉറക്കിയിരിക്കുകയാണ്. അതെയോ, നന്നായി. അത് ഞാൻ അതേ പറഞ്ഞിട്ടുണ്ട് ദേവിയോട്, എല്ലാവരെയും കിടത്തി ഉറക്കണം. ഈ ഉറങ്ങിക്കിടക്കുന്നവരൊക്കെ ഒന്ന് ഉണർത്തണ്ടേ? വേണം. ഉടനെ ഭഗവാൻ എന്ത് ചെയ്തു? വസുദേവര് പോയി. ഗോകുലം വിട്ട് വസുദേവര് പുഴയും കടന്നു പോയി എന്ന് കാണുന്നത് വരെ ഭഗവാൻ എന്ത് ചെയ്തില്ല? ഒന്നും ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് ഭഗവാൻ മെല്ലെ ആ അപാടിയിൽ കിടന്നുറങ്ങുന്ന മുഴുവൻ ആൾക്കാരെയും ഭഗവാൻ, എങ്ങനെയാന്ന് എന്നോട് ചോദിക്കരുത്, എനിക്ക് അറിയില്ല, എല്ലാവരെയും ഭഗവാൻ ഉണർത്തി. അപ്പോൾ യശോദ കണ്ണു തുറന്നു, ഗോപികമാര് കണ്ണു തുറന്നു, എല്ലാവരും കണ്ണു തുറന്നു. എല്ലാവരും കണ്ണു തുറന്നപ്പോൾ യശോദയുടെ അടുത്തുള്ള സ്ത്രീകളൊക്കെ നോക്കിയ സമയത്ത് അവിടെയുണ്ട് വിടുമെടുക്കനായൊരു പൊന്നുണ്ണി. യശോദേ, നീ പ്രസവിച്ചിട്ട് നല്ലൊരു ഉണ്ണിയാണല്ലോ ഉണ്ടായത്. യശോദ ആ ഉണ്ണിയെ നോക്കി. എന്തൊരു ഭംഗിയാണ് ഭഗവാനെ കാണാനല്ലേ. ആ മുറിയിലുണ്ടായിരുന്ന സ്ത്രീകൾ, ഇവിടല്ലേ ഈ മുറിയിൽ, അവിടെ ഒരു മുറി, അവിടെ ഒരു മുറി, ഇവിടെ ഒരു മുറി, ഇവിടെ ഒരു മുറി, കൊട്ടാരത്തിൽ എത്ര മുറി കാണാറ്റെ. ഇതേപോലെ തന്നെ അമ്പാടിയിൽ അടുത്ത മുറികളിലുള്ളവരോടൊക്കെ ഈ 4-5 സ്ത്രീകൾ പോയി പറഞ്ഞു, ഉണ്ണിയുണ്ടായി. അത് അടുത്ത മുറിയിൽ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അല്പനേരം കൊണ്ട് അമ്പാടി മുഴുവനും ഈ വാർത്ത പരന്നു. യശോദയ്ക്ക് ഉണ്ണിയുണ്ടായി, നന്ദഗോപർക്ക് ഉണ്ണിയുണ്ടായി. അപ്പോഴേക്കും ആ ഉണ്ണിയെ കാണാൻ വേണ്ടി അമ്പാടിയുടെ മുറ്റത്തേക്ക് എത്രയെത്ര ഗോപന്മാരും ഗോപികമാരുമാണ് ഓടി വന്നതല്ലേ. ആ വന്നവരൊക്കെ എങ്ങനെയായിരുന്നു? ഗോപ്യസ്വമൃഷ്ടമണികുണ്ടല നിഷ്കകണ്ഠ്യ ചിത്രാംബര പതിശികാച്യുതമാല്യവരുഷാ നന്ദാലയം സവലയ വ്രജതീർവിരേജുർവ്യാലോലകുണ്ടലമയോധര ആനശോഭാഹ. ഭഗവാനെ കാണാൻ വന്ന എല്ലാ ഗോപികമാരും ഏറ്റവും നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ പൂമാലകളൊക്കെ ധരിച്ചിട്ടാണ് ഭഗവാനെ കാണാൻ വന്നത്. അവരവിടെ വന്ന് ഭഗവാന് പലതരത്തിലുള്ള ചിരംപാഹീതി പാലകയും പലതരത്തിലുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തത്. അവർ ഭഗവാനെ പറ്റി ആ ഉത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ചില ആൾക്കാർ പലതരത്തിലുള്ള വാദ്യങ്ങളൊക്കെ വായിച്ചു, ചിലത് നന്നായിട്ട് നൃത്തം വെച്ചു, ചിലത് നന്നായിട്ട് പാട്ടുപാടി. ഗോപന്മാരൊക്കെ വന്ന സമയത്ത് അവർ വെണ്ണ, പാല്, തൈര് ഇങ്ങനെ പലതും കൊണ്ടുവന്നിട്ടുണ്ട്. ആ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ രോഹിണി അകത്ത് വാങ്ങി വെച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും ഇഷ്ടം പോലെ വെണ്ണയും പാലും ഒക്കെ കൊണ്ടുവന്ന ആൾക്കാർ അകത്ത് വെക്കാൻ പറ്റാതെ പിന്നെ അവർ ആ വെണ്ണയൊക്കെ എടുത്ത് നവനീതൈശ്ച ചിക്ഷിപു എന്നൊക്കെ ഭാഗവതത്തിൽ നമുക്ക് വായിക്കാം. ചിക്ഷിപു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എറിഞ്ഞു എന്നാണ് അർത്ഥം. അപ്പം നവനീതം എന്ന് പറഞ്ഞാലോ വെണ്ണയൊക്കെ എടുത്തിട്ട് ഗോപന്മാരൊക്കെ എറിഞ്ഞു. അങ്ങനെ എറിയോ? പിന്നെ എന്താ എറിയോ എന്ന് സംശയം. ഈ വെണ്ണ കൊണ്ട് എറിഞ്ഞാൽ വേദനയാവോ? വേദനയൊന്നും ആവില്ല. അപ്പോൾ ഗോപന്മാരൊക്കെ വെണ്ണയെടുത്ത് പരസ്പരം എറിയാൻ തുടങ്ങി. പാലെടുത്തിട്ട് പരസ്പരം അഭിഷേകം ചെയ്യാൻ തുടങ്ങി. പലതരത്തിലുള്ള പൊടികളൊക്കെ വാരി വിതറാൻ തുടങ്ങി. ഇങ്ങനെ അമ്പാടിയുടെ തിരുമുറ്റത്ത് അക്ഷരാർത്ഥത്തിൽ തിരുവുത്സവം തുടങ്ങി. സ്വതവേ ഉത്സവം തുടങ്ങുന്നത് ഈ ധ്വജാതിയായിട്ടോ, തന്ത്രശാസ്ത്രത്തിൽ അങ്ങനെ പറയും. ധ്വജാതിയുണ്ട്, വളഹാതിയുണ്ട്, അങ്കുരാതിയുണ്ട്. ഇവിടെ പൂർണ്ണത്രയീശന്റെ ഉത്സവം നമ്മളൊക്കെ കാണാറുണ്ടല്ലോ മുഷ്ടികായ. അപ്പോൾ ഇവിടെ അമ്പാടിയിലും ഇതാ ഉത്സവം വന്നു കഴിഞ്ഞു. ആ ഉത്സവത്തിൻ്റെ കൊടിയേറ്റമായിരുന്നു ഇന്ന്. കൊടിയേറ്റം കേമായി അത്രേ. ഇനി എന്താ കൊടിയിറക്കം? അതില്ല അത്രേ. അങ്ങനെയുണ്ട് ഒരു ഉത്സവം.
അപ്പം അമ്പാടിയിൽ കൊടിയേറ്റമായി ഇനി കൊടിയിറക്കമില്ലാത്ത അതിഗംഭീരമായ ഉത്സവമാണ് നിത്യോത്സവം. അമ്പാടിയിൽ അന്ന് തൊട്ട് അല്ലയോ പരീക്ഷത്തെ എന്നും ഉത്സവമായിരുന്നു. കാരണം ഭഗവാൻ അങ്ങനെയാണ്. ഈ ശ്രീകൃഷ്ണ പരമാത്മാവ് എവിടെയാണോ എത്തിച്ചേരുന്നത് അവിടെ എന്നും ഉത്സവമായിരിക്കും. അപ്പൊ നന്ദഗോപര് പിറ്റേന്ന് അതിരാവിലെ ഭഗവാൻ അവതരിച്ച അന്ന് രാവിലെ തന്നെ അവിടെ ഒരുപാട് ഗോപന്മാരും ഗോപികമാരും ഒക്കെ ഉണ്ട്. എല്ലാവരോടും ചോദിച്ചു, നിങ്ങൾ പശുവിനെയൊക്കെ കറന്നില്ലേ? എല്ലാവരും നന്ദഗോപരുടെ ചുറ്റും കൂടിയിട്ട് പറഞ്ഞു, അതെ ഇന്നൊരു അത്ഭുതം ഉണ്ടായി. എന്താ അത്ഭുതം ഉണ്ടായത്? ഇന്ന് ഞങ്ങൾ പശുവിനെ കറക്കാൻ പോയപ്പോൾ സാധാരണ കിട്ടുന്നതിനേക്കാൾ ധാരാളം പാലാണ് ഇന്ന് കിട്ടിയത്. അതെങ്ങനെയാ ആവും? എനിക്കറിയില്ല എങ്ങനെയാണ്. അന്ന് എല്ലാവരും പശുവിനെ കറക്കാൻ പോയപ്പോൾ ധാരാളം പാല് കിട്ടി. എന്താണെന്നറിയില്ല, പശുക്കളൊക്കെ വളരെ സന്തോഷത്തിലായിരുന്നു അന്ന്. പശുക്കൾ മാത്രമല്ല, പശുക്കുട്ടികളും ഇങ്ങനെ അമ്പാടിയിലുള്ള എല്ലാവർക്കും അനന്തമൂർത്തിയായ ഭഗവാൻ വന്നപ്പോഴേക്കും നല്ല സന്തോഷം. നന്ദഗോപനെ പോലെ നേരത്തെ പറഞ്ഞില്ലേ, നന്ദഗോപന്റെ മനസ്സ് ആകാശം പോലെ പരന്നതായി തീർന്നു എന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഇതേപോലെ അമ്പാടിയിലുള്ള എല്ലാ ഗോപന്മാരുടെയും എല്ലാ ഗോപികന്മാരുടെയും എല്ലാ ജീവജാലങ്ങളുടെയും മനസ്സ് ആകാശം പോലെ വിസ്തൃതമായി അത് എത്രയോ നിർമ്മലമായി തീർന്നു. ഇതാണ് നേരത്തെ പറഞ്ഞത്, സൂര്യോദയം ഉണ്ടാകുമ്പോൾ ഊരിട്ട് അപ്രത്യക്ഷമാകുന്നു. ശ്രീകൃഷ്ണ ഭഗവാനാകുന്ന സൂര്യൻ അമ്പാടിയിലേക്ക് എത്തിയപ്പോഴേക്കും അമ്പാടിയിൽ എന്തെല്ലാം മാറ്റങ്ങളാണല്ലേ. അവർക്ക് ബാഹ്യമായ മാറ്റങ്ങളെക്കാൾ കൂടുതലുണ്ടായിരുന്നത് ആന്തരികമായ മാറ്റങ്ങളായിരുന്നു എന്നാണ് ശിശുബ്രഹ്മർഷി പറയുന്നത്. എല്ലാവരുടെ മനസ്സിലും എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു പരമാനന്ദമായിരുന്നു. ഇതുകൊണ്ടാണ് മേൽപ്പത്തൂര് നാരായണീയത്തിൽ ശ്രീകൃഷ്ണാവതാരം വർണ്ണിക്കുമ്പോൾ ഭഗവാനെ വിളിക്കുന്നത് വാസുദേവ എന്നല്ല, അങ്ങനെയൊന്നുമല്ല വിളിക്കുന്നത്. എന്താ ഭഗവാനെ വിളിക്കുന്നത്? ആനന്ദരൂപ എന്നാണ് വിളിക്കേണ്ടത്. അപ്പോൾ ആനന്ദരൂപനാണ് ഈ ഭഗവാൻ. സ്വതവേ ആനന്ദത്തെ കാണാൻ പറ്റില്ല, ആനന്ദം നമുക്കിങ്ങനെ കൈകൊണ്ട് തൊട്ടു നോക്കാൻ പറ്റില്ല. പക്ഷേ ആനന്ദമാണ് ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വരൂപം. ആനന്ദരൂപിയായ ഭഗവാൻ ഗോകുലത്തിലെത്തിയപ്പോൾ ആ ഗോകുലത്തിലുള്ള എല്ലാവർക്കും എന്താണ് ആനന്ദമെന്ന് സ്വന്തം ജീവിതം കൊണ്ട് അനുഭവിക്കാൻ കഴിഞ്ഞു. അപ്പം എന്തിനാണ് നമ്മൾ ഈ ഭാഗവതത്തിലെ ഈ കഥകളൊക്കെ അനുസ്മരിക്കുന്നത്? നമ്മളുടെ ജീവിതവും വാസ്തവത്തിൽ അങ്ങനെ ആവേണ്ടതാണ്. ആനന്ദമൂർത്തിയായ ഭഗവാന്റെ കഥകൾ കേൾക്കുക, ഭഗവാന്റെ കഥകൾ പറയുക, ഭഗവാന്റെ തിരുനാമം ജപിക്കുക, ഭഗവാനെ നല്ലതുപോലെ മനസ്സിൽ ധ്യാനിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ജീവിതവും ഇതേപോലെ ഓരോ നിമിഷവും പരമാനന്ദമയമായി തീരും എന്നാണ് ശ്രീശുബ്രഹ്മർഷി മാലോകർക്ക് കൊടുക്കുന്ന ഉപദേശം. ഇവ രാവിലെ നിർത്താനുള്ള സമയമായതുകൊണ്ട് ഇപ്പോൾ നിർത്തുകയാണ്. ബാക്കി ഭാഗങ്ങൾ നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ട് പറയാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണ